Good evening. Good evening, Miss. Video on ചെയ്ത് നേരെ ഇരുന്ന എല്ലാവരും. Good evening, Miss. Good evening. How are you? I am fine. And you? I am fine. Thank you. Take your Hindi textbook. Lakshmi Priya എന്ത് പറയുന്നു? മൂന്നാമത്തെ ചാപ്റ്റർ അല്ലേ? Yes. Good evening. Good evening, Miss. Yes. Good evening, Miss. Yes. Good evening, Miss. Yes. Good evening. Miss, present ചെയ്യട്ടെ? Yes. എല്ലാവരും പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. ഒരു പ്രാവശ്യം ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. 5-10 പ്രാവശ്യം ഒന്നും ടൈപ്പ് ചെയ്യണ്ട. ഒരാൾ ഒരു പ്രാവശ്യം മാത്രം ടൈപ്പ് ചെയ്തോ. വീഡിയോ ഓൺ ചെയ്യാത്തവർ ഓൺ ചെയ്തേ. ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ വീഡിയോ ഓൺ ചെയ്ത് ഇരിക്കുക. റെഡി അല്ലേ? ഓക്കെ. വേഗം വീഡിയോ ഓൺ ചെയ്തിരുന്നേ. ടെക്സ്റ്റ് ബുക്ക് എടുക്കേ. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം ഒന്ന് എടുത്ത് വെച്ചേ. ഗ്രേസ് പ്ലീസ് വീഡിയോ ഓൺ. മുഹമ്മദേ ക്ലാസ് കഴിഞ്ഞവരെ ഇനി വീഡിയോ ഓഫ് ചെയ്യണ്ട കേട്ടോ. എന്താ എഡ്വിൻ? മനസ്സിലായില്ല. അൺമ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട്. എഡ്വിൻ എന്താ പറയാൻ ശ്രമിച്ചത്? മ്യൂട്ടാണ്. ആവുന്നില്ലാന്നോ? യെസ്. അത് മ്യൂട്ട് ആയിട്ട് അത് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലേ? ഓക്കെ, മിണ്ടാതിരുന്നു. ഗ്രേസ് എന്ത് പറയുന്നു? കുറെ നാളുകളായിട്ട്. കഴിഞ്ഞ ക്ലാസ് കണ്ടോ യൂട്യൂബില്? ഗ്രേസ് ഇതുവരെയുള്ള ക്ലാസ് കണ്ടോ? വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ടോ? ഏത് ലെസൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? രണ്ടാമത്തെ ലെസൺ അല്ലേ? കേരൾക്കാർ രാജകുമാർ അല്ലേ?
യെസ്, അതില് വർക്കുകൾ തന്നോ? വർക്കുകൾ മുഴുവനും പറഞ്ഞു കഴിഞ്ഞോ? ഹന്ന ഒന്ന് പറഞ്ഞു വേഗം. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാ വർക്കുകളും പറഞ്ഞു കഴിഞ്ഞോ? മിസ് ക്ലാസ്സിൽ അവർക്കൊന്നും പറഞ്ഞില്ലാലും ഏതാണ്? മിസ് ഗ്രൂപ്പിലെല്ലാം ഇട്ടായിരുന്നല്ലോ. അതെയോ? ഏതാ ഈ പറയേണ്ടത് പറഞ്ഞോ, മിസ് പറഞ്ഞുതരാം. മിസ് റിട്ടേൺ ക്വസ്റ്റ്യൻസിന്റെ 4th ക്വസ്റ്റ്യൻ വരെയായിരുന്നു. അതെയോ? മിസ് ഗ്രൂപ്പിൽ ഇങ്ങനെ അടയാളം ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലാവുന്നില്ല. ഗുഡ് മോർണിംഗ് മിസ്. മിസ് മനസ്സിലാവുന്നുണ്ട്. 5th ക്വസ്റ്റ്യൻ അപ്പൊ 4th വരെ പറഞ്ഞു അല്ലേ? 5th ക്വസ്റ്റ്യനിൽ പറയേണ്ടത് രവിവർമ്മൻ ने രാജലക്ഷ്മി से हाथ जोड़कर क्या कहा? എന്താണ് രവിവർമ്മൻ ആ രാജാവ് രാജലക്ഷ്മിയോട് കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞത്? आप मेरी एक प्रार्थना स्वीकार कीजिए. പേജ് നമ്പർ 7th. ഇതുവരെ ക്ലാസ്സിൽ വരാത്തവർക്കൊന്നും മനസ്സിലാവില്ല. आप मेरी एक प्रार्थना स्वीकार कीजिए. मैं समुद्र में स्नान करने जा रहा हूँ. ओके. नेक्स्ट, इस लोककथा से क्या शिक्षा मिलती है? ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? सद्गुणों का महत्व समझाना तथा देश प्रेम की भावना ജാഗ്രത करना. എന്താ അങ്ങനെ പറഞ്ഞാലേ? സദ്ഗുണങ്ങളെ, നല്ല ഗുണങ്ങളുടെ മഹത്വം മനസ്സിലാക്കിക്കാനും പിന്നെയോ ദേശപ്രേമിക്ക്, അതായത് രാഷ്ട്രത്തിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനുമാണ് ഇങ്ങനെ ഒരു കഥ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? 6 ക്വസ്റ്റ്യൻ ആൻസർ നോട്ട്ബുക്കിലേക്ക് എടുത്തെഴുതണം. ആരും നോട്ട്സ് അയച്ചിരുന്നതിൽ പിശുക്ക് കാണിക്കുന്നുണ്ട് എല്ലാവരും. കൃത്യമായി എല്ലാവരും നോട്ട് അയച്ചു തരിക. അയക്കാത്തൊരു പേര് മിസ് ഇവിടെ ലിസ്റ്റ് എഴുതി വെക്കും. ഓക്കെ. ക്ലാസ് കഴിയുന്നവരെ ആരും വീഡിയോ ഓപ്പൺ ചെയ്യണ്ട. നെക്സ്റ്റ്, കിസ്നെ കിസ്സേ കഹാ, ഹൂ സെഡ് ഇറ്റ് ടു ഹോം? ആര് ആരോട് പറഞ്ഞു എന്ന് എഴുതണ്ടേ. മേം ഗ്രേസേ കഴിഞ്ഞ ക്ലാസ് യൂട്യൂബ് കണ്ടായിരുന്നോ? യൂട്യൂബ് ക്ലാസ് കണ്ടോ? 2ാമത്തെ ലെസന്റെ നോ. ഇന്നെ ഒന്ന് കാണണേ, എന്നാലേ ഇതിന്റെ ബാക്കി വർക്കുകൾ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇതേപോലെ വർക്കുകളെല്ലാം എഴുതി അയക്കണം. മേം യഹ് രാജ്യ ചോഡ്കർ ജാ രഹി ഹും. ഞാൻ ഈ രാജ്യം ഉപേക്ഷിച്ച് പോവുകയാണെന്ന് പറഞ്ഞത് ആരായിരുന്നു? ആരോടായിരുന്നു? രാജലക്ഷ്മിനെ രാജാസേ കഹ. എഡ്വിൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, കേൾക്കുന്നില്ലെങ്കിലും. ഓക്കെ. നെക്സ്റ്റ്, ജിസ ഫാത്തിമ, why are you late? ജിസ പേജ് നമ്പർ 9 3rd വർക്കാണ് ഇപ്പൊ പറയുന്നത്. നെക്സ്റ്റ്, സെക്കൻഡ്, രാജ അനുഭവഹീൻ ഔർ നാസ്മജ് ഹെ. ഈ രാജാവ് അറിവില്ലാത്തവനാണ്. ആരാ പറഞ്ഞത്? ആരോടാ പറഞ്ഞത്? കിസ്നെ കിസ്നെ കഹാ, ഹൂ സെഡ് ഇറ്റ് ടു ഹോം? രാജാവ് തന്നെ രാജലക്ഷ്മിയോടല്ലേ പറഞ്ഞത് നാട് വിട്ടു പോകുന്നു, ഇവിടുത്തെ രാജാവ് ശരിയല്ല പറയുമ്പോ അദ്ദേഹം പറഞ്ഞതാണല്ലേ. ഒരു അറിവില്ലാത്ത ആളാണ് ഈ രാജാവ്, അതുകൊണ്ട് ക്ഷമിക്കുക. രാജാനെ രാജലക്ഷ്മി സെ കഹ. ഗ്രേസേ, വാട്ട് ഹാപ്പൻ? മിസ് പേജ് നമ്പർ പറയാമോ? പേജ് നമ്പർ 9 3rd വർക്കാണ് മിസ് പറഞ്ഞത്. അതിൽ 2ാമത്തെ പറഞ്ഞു. ഓക്കെ. क्वेश्चन नंबर 3, मैं समुद्र में स्नान करने जा रहा हूँ. ഞാൻ ആ പുഴയിലേക്ക് എന്ത് ചെയ്യുന്നു? കുളിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. ആരാ പറഞ്ഞത്? രാജാനെ രാജലക്ഷ്മി സേ കഹാ. आप मेरी प्रतीक्षा करेंगी ना? താങ്കൾ അതായത്
താങ്കൾ എന്നെ പ്രതീക്ഷിച്ചിരിക്കില്ലേ, എന്നെ കാത്തിവിടെ ഇരിക്കില്ലേന്ന്. അതും പറഞ്ഞത് ആരായിരുന്നു? രാജാനെ രാജലക്ഷ്മി സേ കഹ. നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 10. പേജ് നമ്പർ 10 എടുത്ത് എല്ലാവരും. ഏബൽ ബിനോയ് ഇടക്കിടക്ക് എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? മിസ് വീഡിയോ ഓഫ് ആവാനല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മിസ്സേ. അതെയോ? നോക്കുക. कोष्टक में दिए शब्दों के पर्यायवाची लिखकर वाक्य पूरे करो. ബ്രാക്കറ്റിൽ കുറെ വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? വലിയൊരു ബോക്സിലും കണ്ടോ കുറച്ച് വാക്കുകള്? ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നതിന്റെ സെയിം മീനിങ് വരുന്നത് ആ ബോക്സിൽ നിന്ന് എടുത്തെഴുതണം. അതേ മീനിങ്, അത് പര്യായ പദം എന്ന് പറയും അതിന്. സെയിം മീനിങ് വരണം. ഫസ്റ്റ് വേർഡ് മേരെ മൻ മേ ഉൻകെ ലിയെ കോയി സമ്മാൻ നഹീം ഹെ. ബ്രാക്കറ്റിൽ ആദർ എന്നുണ്ട്. ആദർ എന്നുള്ളതിന്റെ വേറൊരു ഹിന്ദി വേർഡാണ് എന്ത്? സമ്മാൻ. സമ്മാൻ കർണ, ആദർ കർണ അല്ല, ആദരിക്കുക, ബഹുമാനിക്കുക, ആദരിക്കുക എന്നർത്ഥം. ഓക്കെ. സെക്കൻഡ് വൺ, ഉനേം പഹരേദാർ കി ബാത്തോं पर ढेश नहीं हुआ. ഉനേം പഹരേദാർ കി ബാത്തോं पर, അദ്ദേഹത്തിന് കാവൽക്കാർ പറഞ്ഞ കാര്യത്തില് വിശ്വാസം വന്നില്ല. ബ്രാക്കറ്റിൽ വിശ്വാസം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന്റെ വേറൊരു വേർഡ് ഏതാണ്? വിശ്വാസം എന്ന് പറഞ്ഞ വാക്ക്. യെസ്, ഭരോസ. ഇതാണ് ഭരോസ. അപ്പൊ അവിടെ ചേർക്കേണ്ട വേർഡ് ഏതാണ്? ആ ബോക്സിൽ നിന്ന് ഭരോസ എടുത്ത് ചേർക്കുക. ഗ്രേസ് വീഡിയോ ഓൺ ചെയ്തിട്ട് തന്നെ ഇരിക്കും ക്ലാസ്സിലെ. ജിസ, ഫാത്തിമ, എഡ്വിൻ, എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? ഓരോ ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ ഓരോ ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്യുന്ന പറയണോ? ക്ലാസ് കട്ടാവുന്നത് വരെ അവിടെ വീഡിയോ ഓൺ ചെയ്തിരിക്കേ. नेक्स्ट, राजा रविवर्मन को अपनी देश का अहसास हो गया था. देश का अहसास, गलती. गलती मीन्स തെറ്റ്. രാജാവ് തന്റെ തെറ്റ് മനസ്സിലാക്കി എന്ന് പറഞ്ഞത്. അപ്പൊ തെറ്റ്, ഗലത്തി എന്ന് വരുന്നതിന് വേറൊരു വേർഡ് എന്താ അതിൽ കൊടുത്തിരുന്നത് ബോക്സില്? എഡ്വിന് പറയണമെന്നുണ്ട്. പറഞ്ഞോ? ഞാൻ മിസ് കാണുന്നുണ്ട്. ഭൂൽ അല്ലേ? ഭൂൽ. नेक्स्ट है, राज्य का देश खाली हो गया था. രാജകോഷ്, ഖജനാവ്. അതിന് വേറൊരു വേർഡ് ഉണ്ടല്ലോ, ഖജനാവ് വരുന്ന സെയിം വേർഡ്. ഖജാന. ഖജാന, വെരി ഗുഡ്. ഖജാന. राज्य का खजाना खाली हो गया था. नेक्स्ट, लाड प्यार ने उसे स्वार्थी आओ डैश बना दिया था. അഹങ്കാരി എന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിച്ച വേറെ വേർഡ് എന്താ? മിസ് ക്ലാസ് കട്ടാകുന്നു. ആർക്ക്? എഡ്വിനോ? ഭരോസ. ഒന്നുകൂടി ലിങ്ക് കണ്ട് യൂട്യൂബിൽ ക്ലാസ് കണ്ടോ കേട്ടോ, വ്യക്തമാവുന്നില്ലെങ്കിൽ. ഓക്കെ. അപ്പൊ നമുക്ക് വേറെ ഏതാണ്? അഹങ്കാരി എന്നുള്ളതിന്റെ വേറെ വേർഡ് ഭരോസ. ഏതാണ്? ഗമണ്ടി. ലാഡ്, അതായത് ഓമന, അതായത് ഓമനയോടെ വളർത്തി, സ്നേഹത്തോടെ വളർത്തിയോണ്ട് ആ രാജകുമാരൻ എന്തായിരുന്നു? സ്വാർത്ഥിയും, അത് അത്യാഗ്രഹം, അതുപോലെ അഹങ്കാരിയുമായിരുന്നു അല്ലെ? ഘമണ്ടി. ഗ്രേസ്, പ്ലീസ് വീഡിയോ ഓൺ. നെക്സ്റ്റ്, ലിംഗ് ബദൽക്കർ ലിഖോ. രാജ, അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എഴുതിണ്ട്, റാണി. രാജകുമാർ, എന്താണ് സ്ത്രീലിംഗം? എല്ലാവരും രാജകുമാരി. രാജകുമാരി. പിതാ, മാതാ. എല്ലാരും ഉറക്കെ പറ. ആ, ആവണി പറഞ്ഞു. മാതാ. അത്രയും സൗണ്ട് ഇല്ല ആവണി. മാതാ. പിതാ, മാതാ. ബേട്ട, बेटी. बेटी. बहन. ബേട്ടി, ബേട്ട, ബേട്ടി.
സേവക് ഉറക്കെ പറഞ്ഞു ലക്ഷ്മി. സേവിക. സേവകി എന്ന് പറയല്ലേ, സേവക് സേവിക. അധ്യാപക് അധ്യാപിക എന്ന് പറഞ്ഞതിന്റെ വേറൊന്നാണ് സേവക് സേവിക. നെക്സ്റ്റ് ദേവ് ദേവി. ദേവി. യെസ്, ദേവ് ദേവി. നെക്സ്റ്റ് പഠോ ഔർ സമച്ചോ. ആ പാരഗ്രാഫില് എന്തിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. किसी विशेष व्यक्ति वस्तु और स्थान के बारे में बताने वाले संज्ञा शब्द. yes, ഈ രണ്ടാമത്തെ വർക്ക് കിട്ടിയിട്ടില്ല. ആദ്യത്തെ 3 എണ്ണം. എന്താ ഞാനത് പറയേണ്ടത് റിഹാനെ? മുഹമ്മദ് റിഹാൻ, നീ സ്ഥിരമായിട്ട് അവിടെ ഇരിക്കോ? ഒന്ന് നെറ്റിലെടുത്ത് ഇരുന്നോ? ആദ്യം അത് ചെയ്യും. അതെ, അപ്പൊ ഇത്ര സമയം ഞാൻ പറയുമ്പോ നീ എവിടെയായിരുന്നു? കേട്ടിട്ട ക്ലാസ്സിലല്ലേ? തന്നെ തന്നെ. ശ്രദ്ധ എങ്ങോട്ടോ പോയി അല്ലെ? ചായയുടെ ഭാഗത്തേക്ക് അങ്ങനെ പോയിട്ടുണ്ടാവും. അതായത് രാജ റാണി. രാജ വീട്ടിൽ വിളിക്കുന്നൊന്നും ശ്രദ്ധിക്കണ്ട, മിസ് പറഞ്ഞ ശ്രദ്ധിച്ചോ. രാജ റാണി. രാജകുമാർ എന്ന് പറയുമ്പോ അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? രാജകുമാരി. പിത എന്ന് പറയുമ്പോ അതിന്റെ സ്ത്രീലിംഗ ശബ്ദം എന്താണ്? മാതാ. മാതാ. എഴുതിയോ റിഹാൻ? മുഹമ്മദ് റിഹാൻ. ബേട്ട ബേട്ടി. സേവക് സേവിക. ദേവ് ദേവി. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഒന്നും കൂടി പറഞ്ഞ ഫുള്ള് നോക്കട്ടെ ശരിയാണോന്ന്. ഒന്നുകൂടി പറഞ്ഞോ, ശരിയാണോ നോക്കട്ടെ. ശരിയാണോ ഒന്നുകൂടി പറയണോ? രാജ റാണി. രാജകുമാർ രാജകുമാരി. പിതാ മാതാ. ബേട്ട ബേട്ടി. മുഹമ്മദ് റിഹാൻ മ്യൂട്ട് ചെയ്തേ. എന്നിട്ട് എവിടെയെങ്കിലും ശ്രദ്ധിക്കണ്ട, മിസ് വായിക്കുന്നത് ശ്രദ്ധിക്കുക. സേവക് സേവിക. ദേവ് ദേവി. किसी विशेष व्यक्ति वस्तु और स्थान के बारे में बताने वाले संज्ञा शब्द व्यक्तिवाचक संज्ञा कहलाते हैं. ഏതെങ്കിലും വ്യക്തികളുടെയോ സ്ഥലങ്ങളുടെയോ ഒക്കെ പേര് വരുന്നത് അതിനെ പറയുന്ന നൗണിന്റെ പേരാണ് വ്യക്തിവാചക സംജ്ഞ. വ്യക്തിവാചകത്തിലെ വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പേരാണ് വരിക. മുഹമ്മദ് റിഹാൻ. മ്യൂട്ട് ചെയ്യുന്നല്ലേ ഞാൻ പറഞ്ഞത്, വീട്ടുകാരോട് സംസാരിക്കുന്നില്ലല്ലോ പറഞ്ഞത്. ഇങ്ങോട്ട് ശ്രദ്ധിക്കേ. അടുത്തുള്ളവരോട് അങ്ങ് ദൂരെ പോവാൻ പറ, ശല്യം ചെയ്യല്ലെന്ന് പറ. ജയ്സെ രാജാ രവിവർമ്മൻ സിംഹാസൻ പർ ബൈഠ. ഇതിൽ രവിവർമ്മൻ എന്നുള്ള റെഡ് കളറിൽ കണ്ടോ ആ സെന്റൻസിലെ? അത് വ്യക്തിവാചക സംജ്ഞയ്ക്ക് ഉദാഹരണമാണ്, ഒരു വ്യക്തിയുടെ പേരാണ്. ലാൽ കില ദില്ലി മേം ഹെ. ദില്ലി എന്റെ സ്ഥലത്തിന്റെ പേര് ലാൽ കില ദില്ലി. അതിൽ അടി കിട്ടി. ലാൽ കില ദില്ലി അതെന്താണ്? വ്യക്തിവാചക സംജ്ഞ. इन वाक्यों में രവിവർമ്മൻ ലാൽ കില और ദില്ലി വ്യക്തിവാചക സംജ്ഞ है. അത് ഈ പറഞ്ഞ സെന്റൻസില് രവിവർമ്മൻ ലാൽ കില ദില്ലി ഇവ മൂന്നും എന്താണ്? വ്യക്തിവാചക സംജ്ഞയാണ്. ഗ്രേസ് മുഹമ്മദ് കെ നിർബന്ധമായും വീഡിയോ ഓൺ ചെയ്തിരിക്കണം. എന്തെങ്കിലും നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടെങ്കിൽ മിസ്സിനെ അറിയിക്കണമായിരുന്നു നേരത്തെ. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് അവിടെ ചെയ്യുന്നല്ലേ വീഡിയോ ഓഫ് ചെയ്തിട്ട്? ക്ലാസ്സിൽ പറഞ്ഞ് ശ്രദ്ധിക്കാതെ
ഗ്രേസ് ഉണ്ടോ അവിടെ? ഗ്രേസ്, എനിക്ക് ഗ്രേസിനെയാണ് കാണേണ്ടത്. नेक्स्ट किसी जाति का बोध कराने वाले सप्ना शब्द जातिवाचक सप्ना कहलाते हैं. ഇനി ഒരു കൂട്ടത്തെ സൂചിപ്പിക്കുന്നവയാണ് എന്ത്? ജാതിവാചക സപ്ന. രാജാ കി പ്രജ ബഹുത് സുഖി ഥി. പ്രജ, മന്ദിർ, മൂർത്തി ഇവയെല്ലാം എന്താണ്? ജാതിവാചക സപ്നയാണ്. നമുക്ക് എന്തിനെ തന്നെന്ന് വെച്ചാൽ തൊട്ട് താഴെ കുറെ സെന്റൻസ് കൊടുത്തിട്ടുണ്ട്. ആ സെന്റൻസിൽ നിന്നും ജാതിവാചക സപ്നയും വ്യക്തിവാചക സപ്നയും വെവ്വേറെ എടുത്തെഴുതണം. फर्स्ट वर्ड है केरल में प्रजा सुखी और संपन्न थी. അതിൽ ജാതിവാചക സപ്നയിൽ ഏതാ വരുക? പ്രജ അല്ലെ, ഒരു സമൂഹം, പ്രജകൾ. അപ്പൊ പ്രജ ജാതിവാചക സപ്നയിൽ ഏതെഴുതും? പ്രജ. വ്യക്തിവാചക സപ്നയിൽ ഏതെങ്കിലും വ്യക്തികളുടെയോ സ്ഥലത്തിന്റെയോ പേരുണ്ടെങ്കിൽ അത് എടുത്തെഴുതണം. ഏതാണ് അതിൽ വ്യക്തിയുടെ പേരുണ്ടോ? സ്ഥലം ഉണ്ടല്ലേ. ഏതാണ്? കേരൾ. അതെടുത്ത് വ്യക്തിവാചക സപ്നയ്ക്ക് നേരെ എഴുതുക. ഏഞ്ചലേ വല്ലപ്പോഴും ഇങ്ങനെ ക്ലാസ്സിൽ വരും. പറഞ്ഞ മൂന്നാമത്തെ താഴെ വരുന്ന വർക്കുകള് ഏഞ്ചല് വല്ലതും എഴുതി അയച്ചുതരാൻ പ്ലാൻ ഉണ്ടോ? ഒക്ടോബർ ഫസ്റ്റ് വീക്കിലെ എക്സാം ആണ്. പല ക്ലാസ്സിലും അറ്റൻഡ് ചെയ്യുന്ന കാണുന്നില്ല. കേൾക്കുന്നുണ്ടോ? കൃത്യമായ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കൃത്യമായ വർക്കുകൾ കോപ്പി റൈറ്റിംഗ് അടക്കം എഴുതി മിസ്സിന് അയച്ചിരുക. നെക്സ്റ്റ് രാജാ രാജവർമ്മൻ കാ സഭി ആദർ കർത്തേ ഥേ. അതില് ജാതിവാചക സപ്ന രാജ, വ്യക്തിവാചക രാജവർമ്മൻ. രാജ എന്നുള്ളത് ജാതിവാചക സപ്ന, വ്യക്തിവാചക സപ്നയില് രാജവർമ്മൻ പേരെടുത്ത് എഴുതുക. ഇതന്ന് അയച്ചു തന്നെയാണ്. പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും എഴുതുന്നെന്താ? നെക്സ്റ്റ് പഹരേദാരോ ने രവിവർമ്മൻ को इसको सूचना दी. പഹരേദാർ ജാതിവാചക, വ്യക്തിവാചക രവിവർമ്മൻ. एक देवी राजलक्ष्मी का मंदिर है. मंदिर एक देवी, അതിൽ ദേവിയാണ് കേട്ടോ ജാതിവാചക സപ്നയിൽ വരിക. രാജലക്ഷ്മി വ്യക്തിവാചക സപ്നയില്. किसी शब्द की सभी ध्वनियों को अलग अलग करके लिखना वर्ण विच्छेद कहलाता है. ഓരോ വേർഡിനെയും ഓരോ മാത്രയിലെ പിരിച്ചെഴുതുന്നതിന് നമ്മൾ എന്ത് പറയും? വർണ്ണ വിച്ഛേദ്. വർണ്ണങ്ങളെ വിച്ഛേദിക്കുക, വർണ്ണങ്ങളെ വേർതിരിക്കുക. അങ്ങനെ എഴുതിയ വാക്കുകളാണ് ആദർ, രാജ്. കണ്ടോ? അതേപോലെ നമ്മൾ എന്ത് ചെയ്യണം? താഴെ കൊടുത്തിരിക്കുന്ന നാല് വാക്കുകള് വർണ്ണങ്ങളായിട്ട് തിരിച്ചെഴുതണം. വർണ്ണങ്ങളായിട്ട് പിരിച്ചെഴുതുക. അതാണ് മിസ് എഴുതി അയച്ചത്. നിങ്ങൾക്ക് പെട്ടെന്ന് വായിക്കാൻ കിട്ടില്ല അല്ലെ, മനസ്സിലാവില്ല. മുസീബത്ത് മിസ് ഒരു സിമ്പിൾ പറഞ്ഞുതരാം. മുസീബത്ത് നിലയില് മൂന്നല്ലേ ഫസ്റ്റ് വേർഡ് അല്ലേ? അപ്പൊ മ എന്ന അക്ഷരത്തിനോടുകൂടി ഊന്നുള്ള മാത്രയും കൂട്ടി സ് പ്ലസ് ഈ എന്നുള്ള മാത്ര കൂടി മുസിയായി, ബിനോട് കൂടി ആ പ്രത്യയവും ടിനോട് കൂടി ആ പ്രത്യയം കൂടുമ്പോ എന്തായി? അത് കൂട്ടി യോജിപ്പിക്കുമ്പോഴാണ് ഏത് വാക്ക് കിട്ടുന്നത്? മുസീബത്ത്. അതേപോലെ സമുദ്ര, പ്രജ, മന്ദിർ എന്നിവ കൂടി പിരിച്ചെഴുതണം. ओके नेक्स्ट संज्ञा तथा सर्वनाम शब्दों के गुण और दोष बताने वाले शब्दों को विशेषण कहते हैं. നാമത്തെയോ സർവനാമത്തെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് വിശേഷണം. നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. ടെക്സ്റ്റ് ഇല്ലാത്ത ഇതെല്ലാം ഞാൻ മിസ് പഠിപ്പിച്ചല്ലോ നിങ്ങളെ അല്ലേ? വിശേഷണം പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? നാമത്തെ നൗണിനെയോ പ്രോനൗണിനെയോ വിശേഷിപ്പിക്കുന്ന ശബ്ദമാണ് വിശേഷണം. നീലാകാശം,
നീല എന്നുള്ളത് ആകാശത്തെ വിശേഷിപ്പിച്ചതാണ് അല്ലേ? സുന്ദർ ഫൂൽ, സുന്ദർ എന്നുള്ളത് ഫൂലിനെ വിശേഷിപ്പിച്ചാണ്. അപ്പൊ വിശേഷണം സുന്ദർ. അപ്പൊ അങ്ങനെയുള്ള വിശേഷണ ശബ്ദം എടുത്തെഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഓരോരാളുടെ പേരും കൊടുത്തിട്ടുണ്ട്. ആ പേരിനനുസരിച്ച് ചേരുന്ന വിശേഷണം കൂടി ചേർക്കുക. फर्स्ट നമുക്ക് എഴുതണ്ടേ പാഠമേ പ്രയുക്ത വിശേഷണ ശബ്ദों को उचित स्थान पर लिखो. ഓരോ വ്യക്തിയെ കുറിച്ച് അവരുടെ വിശേഷതകൾ എഴുതണം. ഫസ്റ്റ് രാജ രാജവർമ്മൻ. രാജവർമ്മൻ എന്ന് പറഞ്ഞ രാജാവ് എങ്ങനെയായിരുന്നു? പാവായിരുന്നോ? അഹങ്കാരിയായിരുന്നോ? ദുഷ്ടനാണോ? എങ്ങനെ രാജവർമ്മൻ ഉണ്ടായത്? രവിവർമ്മൻ അല്ല, രാജവർമ്മൻ. പ്രജാപ്രിയാണ്. പ്രജാപ്രിയ പ്രജകളെ വളരെയധികം ഇഷ്ടമാണ്. പിന്നെ ദയാലു. ദയാലു എന്ന് പറഞ്ഞാല് ദയുള്ളവനുമാണ് അല്ലേ? അപ്പൊ ദുഷ്ടനൊന്നല്ല. സെക്കൻഡ് വൺ പ്രജ. പ്രജകൾ എങ്ങനെയാണ് അവിടുത്തെ? പരിശ്രമി, നന്നായി പരിശ്രമിക്കുന്ന പ്രജകളാണ്. ഈമാൻദാർ, വിശ്വസിക്കാൻ പറ്റുന്നവരാണ് കേട്ടോ അല്ലേ? നെക്സ്റ്റ് രാജാ രവിവർമ്മൻ ഇങ്ങനെയാണോ? അവരുടെ മകൻ രാജാ രവിവർമ്മൻ എങ്ങനെയായിരുന്നു? നാസ്മജ്. നാസ്മജ് പറഞ്ഞാല് നാസ്മജ് അറിവില്ലാത്തവൻ അല്ലേ? ഒന്നും അറിയില്ല. നാസ്മജ്. സ്വാർത്ഥി. എന്താ വായിക്കണ്ടേ? സ്വാർത്ഥി. എന്താ സ്വാർത്ഥി എന്ന് പറഞ്ഞാല്? സ്വാർത്ഥതയുള്ളവൻ അല്ലേ? അത്യാഗ്രഹി എന്നൊക്കെ പറയും. ജോസി ആരോടാ കളിക്കുന്നത്? ഇങ്ങനെ ജോയലുണ്ട് എവിടെ കളിക്കാൻ വന്നിട്ട്? മരിയ എവിടെ നിന്ന് എന്നെ വിളിച്ചോണ്ടിരിക്കാൻ ശ്രദ്ധ മാറ്റും. നാസ്മജ് സ്വാർത്ഥി. ഇനി നെക്സ്റ്റ് താഴെ ബ്ലൂ കളറിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ഏതെങ്കിലും യാത്ര ചെയ്ത ടൂർ പോയ സ്ഥലങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ഒരു ചിത്രങ്ങളൊക്കെ ഒട്ടിക്കാനും എക്സ്ട്രാ വർക്കാണ്. അത് സ്കൂൾ ഓൺലൈൻ ക്ലാസ്സിൽ നമുക്ക് ആവില്ല. ഇതൊക്കെ നിങ്ങളെ A4 ഷീറ്റിൽ ചെയ്തിട്ട് വർക്ക് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് ചെയ്യേ വേണ്ട. അപ്പൊ നമുക്ക് അത് ഇപ്പൊ വേണ്ട. ഇനി നെക്സ്റ്റ് ലെസൺ, മൂന്നാമത്തെ ലെസൺ അമൂല്യ ധരോഹർ. മന്ദിറിന്റെ മീനിങ് എന്താ? മന്ദിർ. മന്ദിർ അമ്പലം, ടെമ്പിൾ. എന്തേ ഡൗട്ട് അടിച്ചോ? ഓക്കെ. അപ്പൊ അമൂല്യ ധരോഹർ തേർഡ് ലെസൺ എടുത്തോ എല്ലാവരും. പേജ് നമ്പർ 12. ക്ലാസ്സിൽ ഇരിക്കുന്നവർ വീഡിയോ ഓൺ ചെയ്ത് നിർബന്ധമായിട്ട് ഇരിക്കണം എന്ന് ഞാൻ കുറെ തവണ പറഞ്ഞു. എന്നിട്ടും കേൾക്കാത്തവർക്ക് ഒരു കാര്യം ഞാൻ ചെയ്യാം. മൂന്നാമത്തെ ലെസൺ ഒരു 10 പ്രാവശ്യം എഴുതി അയക്കട്ടെ. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരെ ഏബിൾ എന്തിനാ വീഡിയോ ഓഫ് ചെയ്യുന്നേ? ഓൺലൈനിൽ ഒരു അടി കൂടി ഞാൻ കണ്ടുപിടിക്കുന്നുണ്ട് ഇപ്പൊ കേട്ടോ. നിങ്ങളെ മൂക്കിനിട്ടൊരു അടി തരാൻ പറ്റുമോ നോക്കട്ടെ ഓൺലൈനിൽ. ബാക്കിയുള്ളവർ ഇവിടെ എന്നത് ക്ലാസ്സിലെ വീഡിയോ ഓൺ ചെയ്ത് ഇങ്ങനെ മെനക്കെട്ടിരിക്കുന്നു. ബാക്കിയുള്ളവർ വീഡിയോ ഓഫ് ചെയ്ത് സുഖമായിട്ട് അവിടെ ഉറങ്ങുന്നു. തേർഡ് ലെസൺ അമൂല്യ ധരോഹർ. पाठ का परिचय। इस पाठ में प्रदूषण की समस्या पर विचार करते हुए वृक्षारोपण का महत्व बताया है. ഈ പാഠഭാഗത്തിലൂടെ പ്രദൂഷൺ की സമസ്യ, അതായത് മലിനീകരണത്തിന്റെ പ്രശ്നങ്ങളെ കുറിച്ചും പിന്നെ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യകതയും ഒക്കെ കുറിച്ചാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. प्रदूषण के प्रति जागरूक करना तथा वृक्ष लगाने के लिए प्रेरणा. അതായത് ഈ പരിസര മലിനീകരണം അല്ലെങ്കിൽ ഈ മലിനീകരണത്തിലൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? വൃക്ഷങ്ങള് വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. നമ്മൾ ജൂൺ 5-ന് കുറെ പേര് വൃക്ഷങ്ങൾ തടഞ്ഞൊക്കെ ഫോട്ടോ അയച്ചു തന്നു അല്ലേ? അതിനുശേഷം അതിന് തിരിഞ്ഞു നോക്കിയോ നിങ്ങൾ ആരെങ്കിലും? ആർക്കറിയാം? വളർന്നു വലുതായോ? മിസ് അടുത്ത വർഷം ജൂൺ 5-ന് വരും. നിങ്ങൾ കഴിഞ്ഞ വർഷം നട്ടുപിടിപ്പിച്ച മരം എവിടെയെന്ന് ചോദിച്ചിട്ട്. അപ്പം മരം വെച്ച് പിടിപ്പിച്ചിട്ട് ഫോട്ടോ എടുത്താൽ മാത്രം പോരാ, അതിന്
പരിപാലിക്കുകയും വേണം. മിസ് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ വർഷം ജൂൺ 5 നട്ട മരം നോക്ക് गर्मी की छुट्टियां होते ही हम नाना नानी के घर जौनपुर पहुंच जाते थे. വേനൽ വെക്കേഷൻ സമയത്ത് ലീവ് അവധി ആ സമയത്ത് ഞങ്ങൾ മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട്ടിലോട്ട് ജൗൻപൂരിലേക്ക് പോയിരുന്നു. മേരാ നാനാജി കോ പേട് പൗധെ ലഗാനെ കാ ബഹുത് ശൗഖ് താ. എന്റെ മുത്തശ്ശനെ വൃക്ഷങ്ങള് ചെടികള് വെച്ച് പിടിപ്പിക്കുന്ന നല്ല ഇഷ്ടമായിരുന്നു. उन्होंने घर के अंदर भी और बाहर भी तरह तरह के कई पेड़ लगा रखे थे. അദ്ദേഹം വീടിന്റെ അകത്തും പുറത്തും ഒക്കെ എവിടെയൊക്കെ ചെടി നടാമോ അവിടെയൊക്കെ എന്തുണ്ട് ചെടികളും മരങ്ങളും നട്ടു വളർത്തിയിട്ടുണ്ട്. इस बार गर्मियों की छुट्टियों में जब हम नाना नानी के घर पहुंचे तो देखा कि नानाजी घर के आसपास नीम के पौधे लगा रहे थे. ഇത്തവണ വെക്കേഷൻ അവധിക്ക് ഞങ്ങള് മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെയും വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ കണ്ട എന്താണ് മുത്തശ്ശൻ വീടിനടുത്ത് തന്നെ ഒരു വേപ്പിന്റെ മരം ആ ചെടി നടുകയായിരുന്നു. വേപ്പ് അറിയോ നിങ്ങൾക്ക്? വേപ്പ് എന്താന്ന്? അതിന്റെ ഇലയൊന്ന് പറിച്ച് കഴിച്ചു നോക്കണേ. നല്ല മധുരാണ്, നല്ല ടേസ്റ്റാണ്. വേപ്പ് കണ്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അതിന്റെ ഇല നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും കഴിക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ്, നല്ല ഇതുണ്ടാവും. പിന്നെയും കഴിക്കണം എന്ന് ആഗ്രഹം തോന്നും കേട്ടോ. കഴിക്കണേ എല്ലാവരും. കഴിക്കാത്തവര് നിർബന്ധമായി ഒന്ന് കഴിച്ചു നോക്ക്, എങ്ങനെയുണ്ട് നോക്ക്, എന്റെ അഭിപ്രായം പറയണേ. हमारे घर पहुंचने के कुछ देर बाद ही वे भी घर आ गए. हमारे घर पहुंचने के कुछ देर बाद ही वे भी घर आ गए. നമ്മൾ ആ വീട്ടിലെത്തും തൊട്ട് മുന്നേ ആയിരുന്നു അദ്ദേഹം അവിടെ എത്തിയിട്ട് എന്ത് ചെയ്യുന്നത്? ഈ വേപ്പ് മരം നട്ടുവെച്ചത് അല്ലേ. हम सब जब भी नानाजी के पास बैठते और बातें करते. ഞങ്ങൾ എല്ലാവരും മുത്തശ്ശന്റെ അടുത്ത് പോയി ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങി. तो वे पेड़ पौधों के बारे में नई नई बातें बताते हैं. അദ്ദേഹം വൃക്ഷങ്ങളെയും ചെടികളെയും കുറിച്ച് ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞു തന്നു. उनका मानना था कि पेड़ पौधे भी हमारे माता पिता के समान ही है. അദ്ദേഹം എന്താ പറഞ്ഞതെന്നറിയോ? ചെടികളും മരങ്ങളും നമ്മുടെ അച്ഛനും അമ്മയെയും പോലെ കാണണം. എന്താ അച്ഛനും അമ്മേനെയും പോലെ തുല്യമായിട്ട് കാണുന്നാല്? ഒരു ചെടിനെ അല്ലെങ്കിൽ വേപ്പ് മരത്തിനെ നോക്കിയിട്ട് മാലപ്പടക്കം പൊട്ടിക്കണ പോലെ ഒച്ച കേൾക്കുന്നുണ്ട്. അത് എനിക്ക് തോന്നിയാണ്, നിന്റെ പ്രായം അതാണല്ലോ മാലപ്പടക്കം പൊട്ടിക്കുന്നതാണ്. പിന്നെ ഞാൻ ഒരു മാലപ്പടക്കം പൊട്ടിക്കലുണ്ട്. ഒക്ടോബർ ഫസ്റ്റ് വീക്ക് എക്സാം കഴിയട്ടെ, നല്ല മാലപ്പടക്കം കൊണ്ട് പൊട്ടിക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞത്? അച്ഛനും അമ്മയും തുല്യ പോലെയാണ് എന്ന് പറഞ്ഞു. എന്തിനായിരിക്കും അങ്ങനെ അച്ഛനും അമ്മയും പോലെയാണെന്ന് കണക്കാക്കാൻ കാരണം? രാവിലെ എഴുന്നേറ്റ് വേപ്പ് മരത്തിലെ പ്ലാവിനെ നോക്കിയിട്ട് അച്ഛാന്ന് വിളിക്കണം എന്നാണോ പറഞ്ഞത്? അല്ലെങ്കിൽ അമ്മേന്ന് വിളിക്കണം എന്നാണോ അദ്ദേഹം പറഞ്ഞത്? അച്ഛനും അമ്മയും പോലെ കാണണം എന്ന് പറഞ്ഞാല് കാരണമുണ്ട്. വേ ഹമേം ഫൽ ഫൂൽ അനാജ് ഔഷധിയാം ആദി ദേക്കർ ഹമാരാ പാലം കർത്തേ ഹെ. വേ എന്ന് പറഞ്ഞാൽ അവർ, ഏത്? മരങ്ങള്, വൃക്ഷങ്ങള്. നമുക്ക് ഹമേം ഫൽ ഫൂൽ പഴങ്ങളും പൂക്കളും, അനാജ് ധാന്യങ്ങള്, ഔഷധിയാം മരുന്നുകള്, ആദി ദേക്കർ ഹമാരാ പാലം കർത്തേ ഹെ മുതലായവയൊക്കെ തന്നിട്ടാണ് ഞങ്ങളെ വളർത്തുന്നത്. ആര്? മരങ്ങള്. അതുകൊണ്ടാണ് അച്ഛനെയും അമ്മയും പോലെ. അച്ഛനും അമ്മയും നമുക്ക് ഭക്ഷണം തരുന്നില്ലേ? എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നുണ്ടല്ലേ? അപ്പൊ അതുകൊണ്ടാണ് മരങ്ങളെയും എന്ത് പറഞ്ഞത്? അച്ഛനും അമ്മയും പോലെ തുല്യമായിട്ട് കാണണം എന്ന് പറഞ്ഞത്. ആ പാരഗ്രാഫ് 3 മനസ്സിലായോ? പേജ് നമ്പർ 12. ഓക്കെ, ഒന്ന് വായിച്ചേ. ഹന്ന ഫസ്റ്റ് വായിച്ചോളൂ. ഒന്ന് ഉറക്കെ വായിച്ചേ. നിങ്ങളൊരു 4-5 പ്രാവശ്യം അടുത്ത ക്ലാസ്സിന് മുന്നേ ഒന്ന് വായിക്കണം. ഇതുവരെയുള്ള വർക്കുകളും എഴുതി മിസ്സിന് അയച്ചു തരണം. ഹന്ന ഒന്ന് വായിച്ചോട്ടെ.
पाठ 3 अमूल्य धरोहर प्रीशियस हेरिटेज। पाठ का परिचय। इस पाठ में प्रदूषण की समस्या पर विचार करते हुए वृक्षारोपण का महत्व बताया है। पाठ का उद्देश्य प्रदूषण के प्रति जागरूक करना तथा वृक्ष लगाने के लिए प्रेरित करना। गर्मी की छुट्टियां होते ही हम नाना नानी के घर जौनपुर पहुंच जाते थे। मेरे नाना जी को पेड़ पौधे लगाने का बहुत शौक था। उन्होंने घर के अंदर भी और बाहर भी तरह तरह के कई पेड़ लगा रखे थे। इस बार गर्मियों की छुट्टियों में जब हम नाना नानी के घर पहुंचे तो देखे कि नाना जी घर के आसपास नीम के पौधे लगे रहे थे। हमारे घर पहुंचने के कुछ देर बाद ही वे भी घर आ गई। हम सब ബാക്കി ഏബൽ വായിക്കട്ടെ. ഏബൽ ഏതായാലും മാലപ്പടക്കം പൊട്ടിക്കാൻ അവിടുന്ന് വായിക്കേ. എന്താ മിസ്സേ? കേട്ടില്ല. മാലപ്പടക്കം പൊടിച്ചോണ്ടിരിക്കില്ലേന്ന് ഹന്ന റോസ് വായിച്ചത് കേട്ടില്ലേ? കേട്ടു. അതിന്റെ ബാക്കി വായിച്ചേന്ന്. മുഹമ്മദിന് ചിരിച്ചു നിൽക്കാൻ വയ്യ. हम सब ഒന്നുമല്ല ജബ്. हम सब जब नाना जी के पास बैठते हुई और बातें करते तो वे पौधों के बातें में नई बातें बताते അടി വായിക്കുന്ന ടെക്സ്റ്റ് അല്ലേ? ബദാത്തേ ഥേ. വീട്ടിൽ നിന്ന് 4-5 പ്രാവശ്യം വായിക്കണേ. ഞാൻ അടുത്ത ക്ലാസ്സിൽ എല്ലാവരും വായിപ്പിക്കും. ക്ലാസ് കട്ടാവാറായി. എന്റെ ബാക്കി ഒന്ന് ആവണി വായിച്ചു കൊടുത്തേ. ആവണി പോയാ? ലാസ്റ്റ് സെന്റൻസ് വായിച്ചു കൊടുത്തേ. ബദാത്തേന്റെ താഴെ ആവണിയേ സ്റ്റക്കായി. ലക്ഷ്മി പ്രിയ വായിച്ചെടുത്ത മോളെ വേഗം. ഇപ്പൊ ക്ലാസ് കട്ടാവും. उनका मानना था कि पेड़ पौधे भी हमारे माता पिता के समान ही है। वे हमें फल फूल अनाज औषधियां आदि देकर हमारा पालन करते हैं. ഓക്കെ. അപ്പൊ ഇത്ര വരെ 3 പാരഗ്രാഫ് പേജ് നമ്പർ 12 ഒരു 5 പ്രാവശ്യം അടുത്ത ക്ലാസ്സിൽ വായിച്ചിട്ട് തന്നെ വരിക. അടുത്ത ക്ലാസ് എല്ലാവരും വായിപ്പിക്കും കേട്ടല്ലോ. അപ്പൊ രണ്ടാമത്തെ വേണ്ട ഞാൻ പറയൂ, ഞാൻ വായിപ്പിക്കുന്ന ചെയ്തോളാം. നിങ്ങൾ വോയിസ് ക്ലിപ്പ് ഇട്ടിട്ട് കാര്യമില്ല. നിങ്ങൾ തെറ്റ് വായിച്ച് നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടല്ല നിങ്ങൾക്ക് തിരുത്തി പറഞ്ഞുതരാൻ പറ്റില്ലല്ലോ. അതാണ് അതിന്റെ മിസ്റ്റേക്ക്. വോയിസ് ക്ലിപ്പ് ഇടുമ്പോ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഇങ്ങനെ തെറ്റായാലും പറയില്ലേ, മിസ് അങ്ങനെ എപ്പോ തിരുത്തരും. അപ്പൊ ഒരു കാര്യം ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ